സോ ഗായ്സ് ഇന്നത്തെ അൺബോക്സിങ് ഒരു സ്പെഷ്യൽ ക്യാമറയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, Insta360യുടെ ഗോ അൾട്ര. ഇപ്പം ഏകദേശം ലാസ്റ്റായിട്ട് ഇറങ്ങിയ ഒരു മോഡലാണ് Insta360യുടെ. സോ ഇതിപ്പോൾ ഒരുപാട് പേര് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇത് 2 കളറിലാണ് അവൈലബിൾ, ഒരു ബ്ലാക്കും ഒരു വൈറ്റും. ഇത് സത്യത്തിൽ ഒരു POV ആക്ഷൻ ക്യാമറയാണ്. മാഗ്നറ്റും ബാക്കി കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ആക്ഷൻ ക്യാമറ. ഇതൊരു ജസ്റ്റ് അൺബോക്സിങ് വീഡിയോ മാത്രമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ആക്ഷൻ ക്യാമറ അൺബോക്സ് ചെയ്യണത്. സോ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി യൂസ്ഡ് റിവ്യൂയും ബാക്കി അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഇടാം. ഇപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് വരുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമറ മൊഡ്യൂൾ വരുന്നുണ്ട്, പിന്നെ ഒരു ആക്ഷൻ പോഡ്, പിന്നെ ഒരു ക്വിക്ക് റിലീസ് സേഫ് കോഡ്, മറ്റേ നമ്മുടെ DJയുടെ ഒക്കെ ഫോണിൻ്റെ സൈഡിലൊക്കെ ഉള്ള ഒരു ടാഗാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ലെൻസ് ഗാർഡ് വരുന്നുണ്ട്, പിന്നെ ഒരു മാഗ്നറ്റിക് പെൻഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ID ടാഗൊക്കെ പോലെ ആ ഒരു സാധനം വന്നിട്ട് അതിനകത്തൊരു മാഗ്നറ്റ് പറഞ്ഞ ഒരു പീസാണ്. പിന്നെ ഒരു USB C to C, പിന്നെ ഒരു മാഗ്നറ്റിക് ഈസി ക്ലിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്. ഈസി ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ക്യാപ്പിലും അല്ലാതെ എല്ലായിടത്തും മാഗ്നറ്റിക് മോൾഡ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ ഒരു ക്വിക്ക് ഗൈഡും വാറണ്ടി കാർഡും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. സോ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് ഓപ്പൺ ചെയ്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഇത് ഹാൻഡ് ഫ്രീ POV ആണ്. പിന്നെ ആക്റ്റീവ് HDR വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലോ ലൈറ്റ് എക്സലൻറ്റ് 1.28ൻ്റെ ഒരു സെൻസറാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഒരു 4K 60 FPS അത്യാവശ്യം 4K 60 FPS നല്ല വീഡിയോസ് ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർക്ക് വിത്ത് ആപ്പിൾ ഫൈൻഡ് മൈ. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിളിലുള്ള ഫൈൻഡ് മൈയിൽ ഇത് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ക്യാമറ എവിടെയെങ്കിലും അഥവാ ഡ്രോപ്പായി പോവേ, എവിടെയെങ്കിലും മാഗ്നറ്റ് വെച്ചിട്ട് നമ്മൾ മറന്നു പോവേ. ഇത് 2 മോഡുകളാണ് പറഞ്ഞാൽ ക്യാമറയും പിന്നെ ഇതിനകത്ത് ആക്ഷൻ പോഡ് എന്ന് പറഞ്ഞ സാധനം. ആക്ഷൻ പോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിമോട്ട് കൺട്രോൾ, നമ്മൾ വീഡിയോ വ്യൂയിങ് പോലത്തെ സാധനമാണ്. നമ്മൾ ക്യാമറ എവിടെയെങ്കിലും നമുക്ക് ഡ്രോപ്പായി പോയി എവിടെയെങ്കിലും വെച്ച് ഫൊർഗെറ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്പിൾ ഫൈൻഡ് മൈ യൂസ് ചെയ്ത് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതൊരു നല്ല ഫീച്ചറാണ്. നമ്മൾ ഈ വാച്ച്, നമ്മുടെ ഈ ഫോണ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആപ്പിൾ ഫൈൻഡ് മൈയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എങ്ങനെ ട്രാക്ക് ചെയ്ത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എയർപോഡൊക്കെ ഒന്നും ലോസ്റ്റ് ആയി പോയാൽ നമുക്കത് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതുപോലെ ഒരു ഫീച്ചർ ഇതിലുണ്ട്. സോ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൽ AI പവേർഡ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആപ്പിൽ വരുന്ന കുറേ ഫീച്ചേഴ്സാണ്. പിന്നെ വാട്ടർ പ്രൂഫാണ്. ക്യാമറ മൊഡ്യൂൾ മാത്രം വാട്ടർ പ്രൂഫെന്ന് അവരിവിടെ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. 33 ഫീറ്റ് വാട്ടർ പ്രൂഫാണ്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടബിളാണ്. അപ്പം സോ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. സോ ഗൈസ്, തുറന്നപ്പോൾ തന്നെ ഇതാ ഒരു കുഞ്ഞൻ ക്യാമറ ഇതായിരിപ്പുണ്ട്. ഇതാണ് സാധനം. ഇത് ഓപ്പൺ ചെയ്യണത് ഒരു ഫ്ലവർ പോലെ ഇങ്ങനെയാണ് ഓപ്പൺ. ക്യാമറ ഇതിൽ മാഗ്നറ്റിക്കിലാണ് അവർ പ്ലേസ് ചെയ്തേക്കണത്. മാഗ്നറ്റിലാണ് ഇത് പ്ലേസ് ചെയ്തേക്കണത്. ഇതാണ് ക്യാമറ. ഇത്രയേ ഉള്ളൂ സാധനം. ബാക്ക് Insta360 കാര്യങ്ങൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ബാക്കിൽ പറഞ്ഞ മാഗ്നറ്റും. പിന്നെ ഇത് ചാർജിങ്ങും ബാക്കി ട്രാൻസ്ഫറും ഒക്കെ പറഞ്ഞ ഒരു മോഡ്യൂളാണ്. ഇതാണ് അതിൻ്റെ ലെൻസും ബാക്കി കാര്യങ്ങളൊക്കെ ഇതാണ്. സോ നമുക്കിത് ഒന്ന് ക്യാമറ മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് അൺബോക്സ്. അതിനകത്താണ് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ക്യാമറ പുറത്തും ബാക്കി കാര്യങ്ങളെല്ലാം അകത്തുമായിട്ടാണ് പറഞ്ഞത്. പിന്നെ Insta360യുടെ ഗൈഡ്, യൂസർ ഗൈഡ്, പിന്നെ അത് അവരുടെ സ്റ്റിക്കർ, അവിടെ ഇൻസ്റ്റയുടെ സ്റ്റിക്കർ, പിന്നെ ഒരു വാറണ്ടി കാർഡ് വരുന്നുണ്ട്. പിന്നെ ഗോ അൾട്രയുടെ ഒരു വലിയ മാനുവൽ, സേഫ് ഗൈഡ് ലൈൻസിൻ്റെ ഒക്കെ ഒരു മാനുവൽ ഇതാവുന്നുണ്ട്. ഇതാണ് ബോക്സിൻ്റെ ഒരു ഔട്ട്ലുക്ക്. പിന്നെ Insta360യുടെ ഒരു ആപ്പ് ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള QR ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഗോ വിത്ത് എൻജോയ്, POV മോഡ്സാണ് ഇതെല്ലാം കൊടുത്തേക്കുന്നത്. ക്യാപ്ചർ, ഗോ ക്രിയേറ്റീവ്, ബാക്കി കാര്യങ്ങളെല്ലാം ഇതിനകത്ത്. ഇത് ഫുള്ളി ഒരു ആക്ഷൻ ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. ഫുള്ളി ഒരു ആക്ഷൻ ക്യാമറ, വാട്ടർ പ്രൂഫ്. നമുക്ക് അഡ്വഞ്ചറൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആക്ഷൻ ക്യാമറയായിട്ട് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. പക്ഷേ ബാക്കി പിന്നെ പ്രൈസിൻ്റെ കാര്യങ്ങൾ ബാക്കിയെല്ലാം ഞാനിത് അൺബോക്സ് ചെയ്തിട്ട് പറയാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആ പെൻഡൻറ്റ്. ഇതാണ് ആ സാധനം. ഇത് നെക്കി കൂടെ ഇട്ടിട്ട് ഇതിലൊന്ന് ജസ്റ്റ് വെച്ചാൽ മതി. പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് എല്ലാം വയ്ക്കേണ്ട രീതികളാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒരു ലോഗോ എടുത്തിട്ടുണ്ട്. സ്ട്രോങ് മാഗ്നറ്റാണ്. ഇങ്ങനെ കിടക്കും. ഇത് നമുക്കിത് കഴുത്തി ഇട്ടേക്കാം. ഇത് നമ്മളെ ടീഷർട്ടിനകത്തോ ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കഴുത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് കഴുത്തി കിടന്നോളും. ഇത് ബാക്കിൽ Insta360 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഞാൻ കറുത്ത മോഡലാണ്, ബ്ലാക്ക് പീസാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് വൈറ്റ് പീസും ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ഇതിനകത്ത് വരണുള്ളൂ. ഒരു ബ്ലാക്ക്. അപ്പം ഈ ബ്ലാക്ക് ക്യാമറ പറഞ്ഞതനുസരിച്ച് ഇതും അവർക്കൊരു ബ്ലാക്ക് ആക്കായിരുന്നു. ഇതിപ്പം വൈറ്റ് വാങ്ങിച്ചാലും ബ്ലാക്ക് വാങ്ങിച്ചാലും എല്ലാത്തിനും ഈ പെൻഡൻറ്റ് വൈറ്റാണ് മാത്രം വരുന്നത്. പക്ഷേ ഇത് വൈറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ലോങ് അഡ്വഞ്ചറൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് കഴുത്തിട്ടേക്കുമ്പോഴത്തേക്ക് ഇത് അഴുക്കാവും. അതുകൊണ്ടാണ് ഞാനൊരു ബ്ലാക്ക് എടുത്തത്. പിന്നെ ഇതിനകത്ത് C to C കേബിളാണ്. ഡാറ്റ ട്രാൻസ്ഫറൊക്കെ കുറച്ച് അത്യാവശ്യം ഫാസ്റ്റിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കേബിളാണ്.
ഇതാണ് പിന്നെ മാഗ്നറ്റിക്, അവർ പറഞ്ഞ ഒരു ഇത് മാഗ്നറ്റിക് ഈസി ക്ലിപ്പ്. ഇതാണ് മാഗ്നറ്റിക് ഈസി ക്ലിപ്പ്. ഇതിങ്ങനെ പൊക്കി ഇത് മാഗ്നറ്റ് പീസാണ്. ഇവിടെ ക്യാമറ വയ്ക്കാം, എന്നിട്ട് നമുക്ക് ഒന്നി തൊപ്പിയിൽ വയ്ക്കാം. തൊപ്പിയിൽ വെച്ചിട്ട് നമുക്ക് POV ഷോട്ട്സ് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഷർട്ടിലോ എവിടെയെങ്കിലും ഹുക്ക് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഇത് രണ്ട് സൈഡും മാഗ്നറ്റാണ് തോന്നുന്നു. തൊപ്പിയിലൊക്കെ ഇത് വയ്ക്കാൻ പറ്റിയൊരു സാധനമാണ്. തൊപ്പിയിലൊക്കെ വെച്ചിട്ട് POV ഷോട്ടൊക്കെ നമ്മളിങ്ങനെ എടുക്കുന്ന ഷോട്ടുകളും ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു സംഭവമാണിത്. ഇതാണ് ആ ഈസി ക്ലിപ്പ്. പിന്നെ അതിൽ വേറെ എന്ത് വരുന്നുണ്ട്, എന്ത് സാധനം, ഇതാണ് അവർ പറഞ്ഞ ക്വിക്ക് റിലീസ് സേഫ്റ്റി കോഡ് എന്ന് പറഞ്ഞ സാധനമാണ് ഇത്. നമ്മളെ ഫോണിൻ്റെയൊക്കെ സൈഡിൽ ഇടുന്ന പോലത്തെ ടാഗ് പോലത്തെ സംഭവം. ഇതിട്ടിട്ട് ഇത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ കയ്യിൽ ഇതിട്ടേക്കാം. നമ്മൾ കയ്യിൽ നിന്ന് ഡ്രോപ്പായി പോകാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റി ഗാർഡായിട്ട്. ഇനി അടുത്ത ഐറ്റമാണ് നമ്മുടെ മോഡ്യൂള്. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ മോഡ്യൂള്. ഇത് നമ്മുടെ പ്രൊഫഷണൽ ക്യാമറയൊക്കെ പോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലിപ്പ് ചെയ്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു സംഭവമാണിത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. നമ്മുടെ ക്യാമറ വയ്ക്കണം. നമ്മളിങ്ങനെ ക്യാമറ എടുത്തിട്ട് ഇത് ഇതിനകത്തോട്ട് വയ്ക്കും, ഇങ്ങനെ ഇരിക്കും ഒരു കുഞ്ഞ് ക്യാമറ. ഇതാണ് സംഭവം. ടോട്ടൽ സംഭവം ഇത്രയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ മെമ്മറി കാർഡ് കാര്യങ്ങളൊന്നുമില്ല. മെമ്മറി കാർഡ് വാങ്ങുന്നത് ക്രിയേറ്റർ കോംബോ, ഇത് സ്റ്റാൻഡേർഡാണ്. ഇത് ക്രിയേറ്റർ കോംബോ വാങ്ങുമ്പോഴാണ് മെമ്മറി കാർഡ് ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത്. അതിൻ്റെ കൂടെ 3 അക്സസറീസും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. ഇത് ഇത്രയും സാധനങ്ങൾ മാത്രം പറഞ്ഞത് സ്റ്റാൻഡേർഡ് ആണ്. സോ ക്രിയേറ്റർ കോംബോ വാങ്ങുമ്പോൾ വീണ്ടും ഒരു 10-12 രൂപ വീണ്ടും കൂടും. ക്രിയേറ്റർ കോംബോയുടെ കൂടെ വരുന്ന 128 വാങ്ങുന്നതിനെക്കാട്ടി നല്ലത്, ആ ഒരു പാക്ക് വാങ്ങുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ബണ്ടിൽ വാങ്ങിച്ചിട്ട് ഒരു എക്സ്ട്രാ മെമ്മറി കാർഡ് വാങ്ങുന്നതായിരിക്കും നല്ലത്. എക്സ്ട്രാ മെമ്മറി കാർഡ് വാങ്ങും. പിന്നെ നോക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 4K സപ്പോർട്ട് ചെയ്യണമായിരിക്കണം. 4K സപ്പോർട്ട് ചെയ്യണ മെമ്മറി കാർഡ് വാങ്ങണം. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ വരും. റൈറ്റിംഗ് സ്പീഡും റീഡിംഗ് സ്പീഡും എല്ലാം കൂടിയ മെമ്മറി കാർഡ് വാങ്ങുന്നതായിരിക്കും നല്ലത്. 5 12 സാൻഡിസ്കിൻ്റെ മെമ്മറി കാർഡാണ്. ഇതുപോലെ അത്യാവശ്യം നല്ല മെമ്മറി കാർഡ് ആണെങ്കിൽ നോക്കിയെടുത്ത് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം ഫോട്ടോസും ബാക്കി കാര്യങ്ങളും എടുത്തിട്ട് മാക്കിലോട്ട അല്ലെങ്കിൽ PC-ലോട്ട അത് കോപ്പി ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ നമുക്കിതൊന്ന് ജസ്റ്റ് മെമ്മറി കാർഡൊക്കെ ഇട്ടൊന്ന് ഓണാക്കി നോക്കാം. ഓണാക്കി നോക്കിയിട്ട് ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ഫുള്ളി ഫീച്ചേഴ്സും ബാക്കി എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു ഫുൾ റിവ്യൂ ആയിട്ടുള്ളൊരു വീഡിയോ ഇടാം. ഇപ്പം ജസ്റ്റ് നമുക്കിത് ഓപ്പൺ ആക്കി ഇതിനകത്ത് എന്തൊക്കെ ഓൾറെഡി ഉണ്ട് എന്ന് നോക്കാം. സോ ഗൈസ്, മെമ്മറി കാർഡ് ഇടുന്നത് ക്യാമറ തന്നെ ഈ സൈഡിലായിട്ടാണ്. ഇത് തുറന്ന് മെമ്മറി കാർഡ് ഇട്ട് ലോക്ക് ചെയ്താണ്. ഇനി നമുക്കിതൊന്ന് മെമ്മറി കാർഡ് ഇപ്പം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. 512 GB സ്ട്രോങ് മാഗ്നറ്റാണ്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഇപ്പം ഇതിനകത്ത് ലോക്കായി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് സൈഡിൽ ഇതാ ഒരു ബട്ടൺ ഉണ്ട്, ലോക്ക് ബട്ടൺ. ഇത് പ്രസ് ചെയ്ത് വേണം ഇത് ഓപ്പൺ ചെയ്യാൻ. ഇതെനിക്ക് അറിയണമായിരുന്നു, ഞാൻ പിടിച്ച് വലിയായിരുന്നു, പക്ഷെ വന്നില്ല. പിന്നെ താഴെ 2 നമ്മുടെ മോൾഡ്, നമ്മുടെ നമ്മുടെ ട്രൈപോഡും ബാക്കി കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യേണ്ട ഇതിലാണ് പറഞ്ഞത്. മറ്റേ ഈ പിന്ന് വരുന്നില്ല, നമ്മൾ നോർമൽ ട്രൈപോഡിലൊക്കെ പറഞ്ഞ പോലത്തെ. അത് വരണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു ഇത് വാങ്ങിച്ച് വെച്ചിട്ട് ക്ലിപ്പ് വാങ്ങിച്ച് വെച്ചിട്ട് ചെയ്യണം. പിന്നെ സൈഡിൽ ചാർജിങ് ആണ്, C to C ഓൾറെഡി എൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ചാർജിങ് കേബിൾ, അഡാപ്റ്റർ ഇല്ല. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. പിന്നെ പവർ ബട്ടണും പിന്നെ ഒരു ബട്ടണും കൂടെ ഉണ്ട്. ആ ബട്ടൺ എന്താ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. സോ ഇതാണ് ബാക്ക് ക്യാമറ, ബാക്ക് ഡിസ്പ്ലേ ഇതാണ്. സോ നമുക്കിത് ഓണാക്കാം. സോ ഓണാക്കുമ്പോൾ ഒരു ഇൻഡിക്കേഷൻ കത്തി ഇതാ ലോഡിങ്. പിന്നെ ലാംഗ്വേജ് ആണ് ആദ്യം ചോദിക്കണം. ടച്ചൊക്കെ നല്ല സെൻസിറ്റീവാണ്. പ്ലീസ് ഡൗൺലോഡ് Insta360 ആപ്പ് ഇൻ ദ ഗൂഗിൾ പ്ലേ സ്റ്റോർ ടു ആക്ടിവേറ്റ് ഹാവിങ് ട്രബിൾ വിത്ത്. പിന്നെ Insta360യുടെ ഒരു ആപ്പ് അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. തുറക്കുമ്പോൾ തന്നെ Insta360യുടെ ഇത് വരുന്നുണ്ട്. നമ്മുടെ DJI Osmo Pocket ഒക്കെ നമ്മളെ DJI Mimoയിൽ പറഞ്ഞ പോലെ ഡൗൺലോഡ് ചെയ്തപ്പോൾ തന്നെ, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഫേംവെയർ വന്നിട്ടുണ്ട്, ഒരു 244 MB. അതിനകത്ത് എന്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈക്രോ SD കാർഡ്, പിന്നെ അപ്ഡേറ്റ് പോർട്രേറ്റ് മോഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ മൈക്ക് എയർ, അങ്ങനെ അഡീഷണൽ മൈക്ക്, അങ്ങനെ കുറച്ച്. ഇതിനകത്ത് മൈക്ക് സപ്പോർട്ട് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇവർ ഈ ഫീച്ചർ ഈ ഫേംവെയറിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സ് ഈ ഫേംവെയറിൽ വന്നിട്ടുണ്ട്. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം DJIയുടെ മൈക്കെല്ലാം ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. സോ നമുക്ക് ഇതും കൂടെ എന്തായാലും ഓപ്പൺ ചെയ്യുമ്പോൾ ഇതും കൂടെ ഡൗൺലോഡ് കഴിഞ്ഞു, കണക്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ആയപ്പോഴത്തേക്ക് ആ വൈറ്റ് മാറിയിട്ട് ആ ബ്ലാക്ക് തന്നെ വന്നു. പിന്നെ അതിനകത്ത് കൺഫേമും ബാക്കി കാര്യങ്ങൾ ആപ്പിൻ്റെ എല്ലാം ചോദിച്ചു. ഫേംവെയർ ഈ ഫോണിൽ ആപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്താണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മളെ ആപ്പിൾ വാച്ചൊക്കെ പോലെ, ആപ്പിൾ വാച്ചും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പോലെ സെയിം ആ മെത്തേഡ് തന്നെയാണ്. ഇതിനകത്ത് ഫേംവെയർ ഡൗൺലോഡ് ചെയ്യുക, പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്ത് ട്രാൻസ്ഫർ ഇതിനകത്തോട്ട് ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ എന്താ നടക്കുന്നത്. ഫേംവെയർ നടക്കുന്ന സമയത്ത് എഴുതി കാണിച്ചിട്ടുണ്ട്, ക്യാമറ ഈ ആക്ഷൻ പോഡിൽ നിന്ന് ഇളക്കി മാറ്റരുത് എന്നവർ എഴുതി കാണിക്കും. അപ്പോൾ ഇത് ഡൗൺലോഡ് ആയിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം.
ഒരു POV ആക്ഷൻ ക്യാമറയ്ക്ക് വരുന്നതിൽ നിന്ന് കുറച്ചും കൂടെ ഈ ഒരു ഇപ്പോൾ ഇതിൻ്റെ കറൻ്റ്ലി പ്രൈസ് കുറച്ച് ഹൈ പ്രൈസാണ്. ഇപ്പോൾ ഒരു ഫുൾ ക്രിയേറ്റർ സെറ്റൊക്കെ വാങ്ങണമെങ്കിൽ നമ്മൾ INR ഒരു 50,000-ന് മുകളിലൊക്കെ വരും. പക്ഷേ അതിന് ആ ഒരു ഓത്തുണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ വീഡിയോയും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം. ഇപ്പം ഇതല്ലാതെ ഒരു ക്യാമറ എഴുതുന്നുണ്ട്. POV ഷോട്ട് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ DJI Nano. അതിൽ 10 ബിറ്റ് റെക്കോർഡിങ്ങും പിന്നെ D-Log M അതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്. അത് അത്യാവശ്യം നല്ലതാണ്. ഞാൻ ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ DJI Pocket 3ലാണ്. സോ അതിൽ ഇതേപോലെ D-Log 10 ബിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മളൊരു വീഡിയോ എടുത്തു കഴിഞ്ഞ് എഡിറ്റ് ചെയ്യണ ക്വാളിറ്റി ഇതിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല, അത് ഉറപ്പാണ്. കാരണം ഇത് ജസ്റ്റ് ഒരു 4K ക്യാമറയാണ്. 8 ബിറ്റ് റെക്കോർഡിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു 4K ആക്ഷൻ ക്യാമറ മാത്രമാണ്. പക്ഷേ DJIയുടെ ക്യാമറകളിൽ പറഞ്ഞ ആ ഒരു ഫീച്ചർ ഇപ്പോൾ ഇറങ്ങിയ നാനോയിലുണ്ട്. അത് പ്രൈസ് ഒരു അത്യാവശ്യം അഫോർഡബിൾ പ്രൈസും കൂടെയാണ്. പക്ഷേ അതിനകത്ത് കുറേ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവർ ഹീറ്റിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ക്യാമറ നമ്മളെ ചാനലിൽ അൺബോക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മളത് അൺബോക്സ് ചെയ്യാം. ഈ ഒരു POV ഷൂട്ട് എടുക്കാൻ വേണ്ടി മാത്രം ഒരു ക്യാമറ വാങ്ങണമെന്നുണ്ടെങ്കിൽ DJIയുടെ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ Ace 5, Ace Pro അതൊക്കെ ഉപയോഗിക്കണതായിരിക്കും നല്ലത്. ഇതൊരു ആക്ഷൻ ക്യാമറ, പിന്നെ കുറച്ച് AI ഫീച്ചേഴ്സ് ഇതിന് മാത്രമേ ഉള്ളൂ. നമ്മുടെ DJIയുടെ ഒരു DJI Mimo എന്ന് പറഞ്ഞ ആപ്പാണ്. അത് അത്യാവശ്യം ഫീച്ചേഴ്സും ബാക്കി കാര്യങ്ങളും ഇല്ല. നോർമൽ ഒരു ബേസിക് ആപ്പ് മാത്രമാണ്. അതിനകത്ത് കുറച്ച് AI എന്നല്ല പറയാൻ പറ്റില്ല, ഒരു എഡിറ്റിംഗ്, കുറച്ച് കട്ട്സും കോപ്പി അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ആപ്പിൽ ഒരുപാട് AI ഫീച്ചേഴ്സും AI എഡിറ്റിങ്ങും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ഇറക്കിക്കണ തന്നെ ഒരു സോഷ്യൽ മീഡിയ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് എഡിറ്റ് ചെയ്ത് അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റും. മറ്റത് അങ്ങനെയല്ല, നമ്മൾ എടുക്കുന്ന വീഡിയോ ഗ്രേഡ് ചെയ്ത് നമ്മൾ PC-യിലോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളിലിട്ട് ഒരു പ്രൊഫഷണൽ രീതിക്ക് എടുക്കാൻ പറഞ്ഞ ഒരു ക്യാമറയാണ് DJIയുടെ ക്യാമറാസ് എല്ലാം. സോ ഇത് ഒരു വ്ളോഗറോ അല്ലെങ്കിൽ നമ്മൾ ഒരു വ്ളോഗിങ് എടുക്കുകയാണോ, അല്ലെങ്കിൽ ഒരു കണ്ടൻറ് ക്രിയേഷൻ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് റീൽസ് അങ്ങനത്തെ കാര്യങ്ങൾ, ഔട്ട്ഡോർ പുറത്ത് പോകുമ്പോൾ ആക്ഷൻ, അഡ്വഞ്ചർ അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ DJIയുടെ ക്യാമറ യൂസ് ചെയ്യണമായിരിക്കും നല്ലത്. പ്രൈസും കുറവാണ്, പിന്നെ അത്യാവശ്യം നല്ലതുമാണ് എന്നാണ് ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത്. സോ ഇത് അപ്ഡേറ്റും ബാക്കി കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. നമുക്കിത് ഓണാക്കി. സോ ഇത് ഭയങ്കര ലാഗാണ് അപ്ഡേറ്റ്. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഫാംവെയർ അപ്ഡേറ്റ്, പിന്നെ അത് ലോഗിൻ ആവണം, വീണ്ടും അത് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കയറി കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഇത് ലോഗിൻ ആയി കഴിഞ്ഞത്. ഇതാണ് ഇതിൻ്റെ ആപ്പ്. അത്യാവശ്യം നല്ല ആപ്പാണ്. കുറേ AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കിടിലൻ ആപ്പാണിത്. DJI Mimo പോലെയല്ല. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. റിട്ടേൺ ടു പ്രിവ്യൂ. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കും മാനുവലും വരുന്ന സ്റ്റാൻഡേർഡും കളർ കോമ്പിനേഷനും, അതിൻ്റെ സാച്ചുറേഷനും, പോർട്രേറ്റ് വ്യൂ, ബ്ലർ, മീഡിയം, ബാക്കി കാര്യങ്ങളെല്ലാം സൈഡിൽ താഴെ നിന്ന് 4K 30 FPS 45 60 വരെ 4Kയിൽ എടുക്കാൻ പറ്റും. 2Kയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 120 വരെ എടുക്കാൻ പറ്റും. 4Kയിൽ 120 എടുക്കാൻ പറ്റില്ല, 4Kയിൽ 60 വരെ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ ഈ നാനോയിലാണെങ്കിൽ 4Kയിൽ 120 240 വരെ എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ 1080യിൽ നമുക്ക് 240 വരെ എടുക്കാം. പക്ഷേ 1080യിൽ ഇത്രയും കോസ്റ്റ് കൊടുത്തിട്ട് എടുക്കുന്ന ഈ ഒരു ക്യാമറയ്ക്ക് എൻ്റെ ഒരു ആഗ്രഹം ഒരു 4Kയിൽ 120 അല്ലെങ്കിൽ 240 വേണമായിരുന്നു. അത് ഭയങ്കര ഒരു നെഗറ്റീവാണ്. സോ 1080യിലാണ് അവർ 240 കൊടുത്തേക്കണം. 4Kയിൽ 60 വരെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ റേഷ്യോ 16:, ഏത് റേഷ്യോയിൽ വേണമെങ്കിൽ എടുക്കാം. പിന്നെ നമുക്ക് ഇപ്പം ഒരു റേഷ്യോയിൽ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം 4:3 അല്ലെങ്കിൽ 16:9 ഏതെങ്കിലും റേഷ്യോയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൽ തന്നെ അത് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. എഡിറ്റിംഗ് പോലത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് ഓട്ടോ പ്രിവ്യൂ ഉണ്ട്, പിന്നെ ക്വിക്ക് ക്യാപ്പ് മോഡ്, ഇൻ്റർവെൽ വീഡിയോസ്, പ്രീ റെക്കോർഡിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഗസ്റ്റർ കൺട്രോളൊക്കെ ഉണ്ട്. ഇങ്ങനെ കൈ കാണിക്കുമ്പോഴത്തേക്ക് വീഡിയോ ഷോട്ട് ചെയ്യണത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ടൈം ക്യാപ്ചർ, സ്ക്രീൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. കുറേ ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് നോക്കിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇടാം. സോ ഇതൊരു അൺബോക്സിങ് വീഡിയോ മാത്രമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോസും ബാക്കി ഇതിൻ്റെ ക്വാളിറ്റിയും എല്ലാം നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് വീഡിയോ ഇടാം. സോ ഇതൊരു അൺബോക്സിങ് വീഡിയോ മാത്രമാണ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ ഗൈസ്.